നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. മേലാറ്റൂരിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി വസ്ത്രം ഓർഡർ നൽകിയ യുവതിയുടെ 32,246 രൂപ നഷ്ടപ്പെട്ടതായി പരാതി. മേലാറ്റൂർ ചോലക്കുളം സ്വദേശിനിയാണ് കഴിഞ്ഞ ദിവസം മേലാറ്റൂർ പോലീസിൽ പരാതി നൽകിയത്. വേങ്ങരയിൽ 6 മാസം മുൻപ് വയോധികനെ വീട്ടുവളപ്പിലെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ മകൻ അറസ്റ്റിൽ. വേങ്ങര ടൗൺ താഴെ അബ്ദുറഹ്മാൻ ആണ് കൊല്ലപ്പെട്ടത്. മരണത്തിൽ ദുരൂഹത ആരോപിക്കപ്പെട്ടതോടെ പോലീസ് അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് കണ്ടെത്തിയിരുന്നു. മകൻ മുഹമ്മദ് അൻവർ ആണ് അറസ്റ്റിലായത്. പൂളപ്പാടം GLP സ്കൂളിൽ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം. സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് മുറിയിലെ പ്രൊജക്ടർ, റിമോട്ട്, ജനൽ, ക്ലാസ് എന്നിവയാണ് കഴിഞ്ഞ ദിവസം നശിപ്പിക്കപ്പെട്ടത്. പ്രായപൂർത്തിയാകാത്ത 4 കുട്ടികളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് അറിയിച്ചു. കാളിക്കാവിൽ 2.5 വയസ്സുകാരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ പിതാവ് ഫായിസിനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ സമീപ പ്രദേശങ്ങളിൽ നിന്നടക്കം ആളുകൾ ഉദരംപൊയിലെത്തി പ്രതിഷേധിച്ചു. കുട്ടിയെ കൊലപ്പെടുത്തിയിട്ട് എങ്ങനെ ജീവിക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചായിരുന്നു പ്രതിഷേധം. വെളിമുക്കിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റ് 2 പേരെയും തിരൂരങ്ങാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വണ്ടൂർ നടുവത്ത് തങ്ങൾപ്പടിക്കു സമീപം മദ്യലഹരിയിൽ യുവാവ് പട്ടാപകൽ ഭാര്യ മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തി. തങ്ങൾപ്പടി സൽമത്താണ് കൊല്ലപ്പെട്ടത്. മകൾ സജ്നയുടെ ഭർത്താവ് കൊണ്ടോട്ടി സ്വദേശി സമീറാണ് കൊലപ്പെടുത്തിയത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെട്ടുകത്തി ഉപയോഗിച്ച് സൽമത്തിന്റെ തലക്കു പിറകിൽ വെട്ടുകയായിരുന്നു. സൽമത്ത് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. കുറ്റിപ്പുറത്ത് ടാപ്പിൽ നിന്ന് വെള്ളം ഒഴുക്കിക്കളയുന്നത് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് വാക്കുതർക്കത്തിനിടെ സഹോദരങ്ങളായ 2 പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അക്രമവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 പ്രതികൾ ഒളിവിലാണ്. ആദവനാട് മാട്ടുമ്മൽ മാങ്കോയിക്കൽ സ്വദേശികളായ മണി, അറമുഖൻ എന്നിവർക്കാണ് വെട്ടേറ്റത്. കടലേറ്റത്തെ തുടർന്ന് കരയിൽ കയറ്റിവെച്ച തോണി തകർന്നു. ചാപ്പപ്പടി ഹാർബർ പരിസരത്ത് കരയിൽ കയറ്റിവെച്ച ഒട്ടുമൽ സൗത്തിലെ അബ്ദുറഹ്മാന്റെ തോണിയാണ് തകർന്നത്. 4 ദിവസം പിന്നിട്ടിട്ടും തകർന്ന ചാമക്കയം പമ്പ് ഹൗസിലെ പ്രധാന കുടിവെള്ള വിതരണ പൈപ്പ് പുനഃസ്ഥാപിക്കാത്തത് കാരണം വെള്ളം കിട്ടാതെ ജനം ദുരിതത്തിൽ. പാണക്കാട് വില്ലേജിലെ 1000-ഓളം വീടുകളാണ് ദുരിതത്തിലായത്. പ്രധാന പൈപ്പ് ലൈൻ പമ്പ് ഹൗസിന് സമീപം തകർന്നതാണ്. ഇതോടെ വിതരണം പൂർണ്ണമായി തടസ്സപ്പെട്ടു. പയ്യനാട് കുട്ടിപ്പാറ ടാലന്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് നടത്തി. ക്ലബിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള ഇഫ്താർ വിരുന്നിൽ ഇത്തവണ 800-ഓളം പേർ പങ്കെടുത്തു. പൂക്കോട്ടുംപാടം വേനൽ കടുത്തതോടെ പഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സായ കോട്ടപ്പുഴയിലെ നീരുറവകൾ വറ്റാൻ തുടങ്ങി. സമീപ പ്രദേശങ്ങളായ TK കോളനി, പൊട്ടിക്കല്ല് ജലനിരപ്പ് കുറയുകയാണ്. കോട്ടപ്പുഴയിൽ ജലസംരക്ഷണത്തിന് ചെട്ടിപ്പാടം, പാറക്കാപ്പാടം, ചേറായി ഭാഗങ്ങളിൽ തടയണങ്ങൾ കെട്ടിയിട്ടുണ്ടെങ്കിലും TK കോളനിയിലും പൊട്ടിക്കല്ലിലും ഇത് ശാശ്വതമല്ല. ഇതോടുകൂടി ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.